നമസ്കാരം. ഇന്ന് കുറച്ച് പ്രത്യേകതയുള്ളൊരു എപ്പിസോഡാണ്. 90-ാം എപ്പിസോഡാണ് എൻ്റെ ഈ ഫേസ്ബുക്കിലുള്ളത്. അതിന് മുമ്പുള്ള ഷോർട്ട് ഫിലിമുകൾ 10-25 ചെയ്തും ഡോക്യുമെൻ്റ് ചെയ്തൊക്കെ കൂട്ടാതെ അത് ഇന്നിച്ചിരി സങ്കടത്തോടെ വിഷമത്തോടും കൂടിയാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. കൃത്രിമ ചിരിയൊന്നുമല്ല കേട്ടോ, ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും മിക്കവാറും സംസാരിക്കാറുള്ളത്. ദയവ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യണം, എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യണം. നിങ്ങൾക്കൊരു നഷ്ടമില്ലാത്തതും എനിക്ക് ഗുണം ചെയ്യുന്നതുമായ ഒരു കാര്യമാണത്. ഞാൻ തിരിച്ചും ആര് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങോട്ടും തിരിച്ചയക്കാറുമുണ്ട്. എന്നെ അക്സെപ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുമ്പോൾ ഞാൻ എൻ്റെ 5000 ഫ്രണ്ട്സാണ് ലിമിറ്റ്. അതിലൊരു ഫ്രണ്ടിനെ ഞാൻ കളഞ്ഞാലേ എനിക്ക് ഒരു ഫ്രണ്ടാകാൻ ഒക്കുള്ളൂ. നിങ്ങളുടെ എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട്, ആക്റ്റീവ് അല്ലാത്ത ഒരു ഫ്രണ്ടിനെ ഞാൻ കളയേണ്ടി വരും. അത് തപ്പി ആരെങ്കിലും കളയും. എന്നിട്ടാണ് ഒരു ഫ്രണ്ടിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ വലിയ ആളാണെന്നല്ല കേട്ടോ പറയുന്നത്, കാരണം അതെനിക്ക് വിഷമം ഉണ്ടാക്കും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളാണേലും നമുക്കൊരു വർഷങ്ങളായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ലേ. അത് ഞാൻ ഇത് പ്രൊഫഷൻ മോഡ് ആക്കുന്നതിന് മുമ്പ് ഉള്ള ഫ്രണ്ട്സൊക്കെയാണത്. അത് 5000-ന് മുകളിൽ അന്നേ ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഫോളോ ചെയ്താൽ ഇങ്ങനെയൊന്നുമില്ല. അപ്പം ഫോളോ ചെയ്താൽ എനിക്ക് തിരിച്ച് ഫോളോ ചെയ്യാം. ഞാൻ ആരും ഫ്രണ്ട് റിക്വസ്റ്റ് ഇനി അയച്ചാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഒരാളെ കളയാനുള്ളത്. പിന്നെ ഫോളോ ചെയ്താൽ ഒരു വിഷയമില്ല, എത്രയോ ഫോളോവേഴ്സാകും. മാത്രമല്ല എനിക്ക് 5100 ചില്ലുവാനായിട്ടുള്ളൂ. ഇപ്പം 2025 ഫേസ്ബുക്കിൻ്റെ നിയമം അനുസരിച്ച് 10,000 ഫോളോവേഴ്സ് വേണം. എനിക്ക് ഏകദേശം അച്ചീവ്മെൻറ്റിൻ്റെ 1-2 സംഭവങ്ങളൊക്കെ ആയതാണ്. പെട്ടെന്ന് ഇങ്ങനെ വന്നു. 10,000 വേണം ഇപ്പം. അപ്പോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടങ്ങളും വരാനില്ല. അങ്ങനെ എനിക്കതിന് വേണ്ടി ഒരു സമ്മാനം തരാനോ കളപ്പീരായിട്ടൊരു ഇത് ഇറക്കാനോ എനിക്കൊന്നും പറ്റില്ല. ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈലൊക്കെ വെച്ചാൽ ഒത്തിരി ഫോളോവേഴ്സൊക്കെ വരും. എനിക്കത് അങ്ങനെ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം തെറ്റായ മാർഗത്തിൽ ഞാൻ ഒരു 25% ഞാൻ പോകുന്ന ഒരാളാണ്, പോകാത്ത ആളാണ്. നല്ല രീതിയിൽ അത്രയും കൂട്ടിയാൽ മതി. എല്ലാ മനുഷ്യരും അങ്ങനെ ശരി നോക്കിയതിൻ്റെ ഫലമായിട്ട് എൻ്റെ വലിയ 2 സിനിമകൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഷൂട്ട് തുടങ്ങിയ ഞാൻ ഈ ദേവൻ ചേട്ടൻ അഡ്വാൻസ് കൊടുത്ത കാര്യമൊക്കെ പോയി. ഇപ്പോഴും ദേവൻ ചേട്ടനാ, 2 കൊല്ലം മുമ്പാണ്. ഇപ്പോഴും എനിക്ക് വേണ്ടി വരാൻ തയ്യാറാണ് ദേവൻ ചേട്ടൻ. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമാണ്. കാരണം ഞാൻ തെറ്റായ വഴിക്ക് ഷൂട്ട് തുടങ്ങി 2-ാം ദിവസം പോകുന്നതുകൊണ്ടപ്പോൾ ഞാൻ വർക്ക് നിർത്തി. ഇന്നും കൂടെ അതിൻ്റെ ക്യാമറാമാനോട് ചേട്ടൻ അന്ന് അത്രയും വലിയ ഒരു സബ് ഇൻസ്പെക്ടറാണ് അതിൻ്റെ പൈസ മുടക്കിയത്. പിറ്റേ ദിവസം ഷൂട്ടിന് വരായിരുന്നത് സബ് ഇൻസ്പെക്ടറിന് മുകളിലാരും അതിൻ്റെ മുകളിലാരും അദ്ദേഹമാണ് വരായിരുന്നത്. അപ്പം അത് ഞാൻ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഞാൻ അഡ്വാൻസ് കൊടുത്ത, ഒത്തിരി പണമുള്ള, കയ്യിൽ നെറ്റ് ക്യാഷ് ഉണ്ടായിരുന്ന, എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് അത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുക. ഞാൻ കൂട്ട് നിന്നിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ പാവുക നല്ലവനൊന്നും പറയണ്ട. കാരണം ഞാൻ അങ്ങനെയാണെങ്കിലും ഞാൻ നോ പറയേണ്ടടുത്ത് നോ പറയും. ഞാനൊരു നന്മയുടെ ഒരു പ്രതീകം. നന്മ എങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഞാൻ നോ പറയേണ്ടടുത്ത് പറയും, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും. പിന്നെ നിങ്ങൾക്ക് പലർക്കും ഞാൻ കമൻ്റൊക്കെ ഇടുമ്പം ഞാൻ തമാശ രൂപത്തിലാണ് ഇടുന്നത്. അതൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ കുഞ്ഞുങ്ങൾ വാവകളോടും മക്കളോടും ഒക്കെ ഞാൻ ഭയങ്കര വാത്സല്യം എനിക്ക്. അത് ഒറ്റപ്പെട്ടവൻ്റെ ഒരു അവസ്ഥയുണ്ട് കേട്ടോ അതിനകത്ത്. അതെ, അതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ ദുഃഖിക്കും കാണുന്നതിനൊക്കെ ഞാൻ തമാശ രീതിയിൽ അത് എടുക്കാറുള്ളൂ. കാരണം ഞാൻ ദുഃഖം കൊടുക്കാനല്ലോ. പിന്നെ ഒരു കരയുന്നൊരു മുഖം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ സാന്ത്വനം കൊണ്ട് ചെല്ലും. അതും എനിക്ക് പറ്റില്ല. ഇതൊക്കെ ചുമ്മായുള്ള കൃത്രിമ സാന്ത്വനമാണ്. ലൈഫിൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലോ, ഞാൻ 2 ചാനലിൽ വർക്ക് ചെയ്ത ആളാണ്. എനിക്ക് ഒരുപാട് ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് വർക്ക് ചെയ്യുന്നു. ഇപ്പം തന്നെ ദൈവാനുഗ്രഹം എന്ന് പറയാം. എനിക്ക് ഒരു പക്ഷേ ഒരു ശനിയാഴ്ച തൊട്ട് എനിക്കൊരു വലിയൊരു വർക്ക്, എൻ്റെ ഒരു വർക്ക് ഞാനിവിടെ തുടങ്ങാനായിട്ടിരിക്കുക. മൊബൈൽ ഷൂട്ടാണ്. അതിന് ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷേ അത് നെഗറ്റീവായിട്ട് വന്നു. ഞാനത് എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് വെച്ചോളം വലിയൊരു വർക്ക് ചെയ്യാൻ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു വർക്ക് തന്നെയാണ്. അപ്പം എനിക്കൊരു നല്ല സിനിമയുടെ ഭാഗമാകാൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. നമ്മളതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ വലിയ ആളാണ്, ഇവിടുത്തെ ഒരാളാണ്. അയാൾക്ക് ഇത്രയും ബന്ധങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. അയാൾക്ക് രാമോജി റാവു
ഫിലിം സിറ്റിയിലും ഇത്ര ബന്ധമുണ്ടെന്നും ചെന്നൈയിൽ ഇത്ര ബന്ധമുണ്ടെന്നും എനിക്കറിയില്ല. എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ അതിന് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നോട് പറയില്ല. അതെല്ലാം ഞാൻ നോക്കണത്. ചിലപ്പോൾ അസോസിയേറ്റ് എനിക്ക് 5 പടം ഞാനിപ്പോൾ പറയുന്നില്ല ഒരു ഡയറക്ടറാണ്. ഇതുപോലും പറഞ്ഞാൽ ഈ ഫിലിമിലുള്ള പാരയിലൊക്കെ വന്നേക്കാം. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യും. ഒരപേക്ഷയാണ്, പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. എന്തിനാ എന്ന് ചോദിക്കും. ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്താൽ എനിക്ക് 10,000 ഫോളോവേഴ്സ് ആകും, പെട്ടെന്ന് തന്നെ ആകും. കാരണം 3500 ഫോളോവേഴ്സ് എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അപ്പം അത് പെട്ടെന്ന് ഞാൻ 10 ദിവസം കൊണ്ടാണ് ഞാൻ 5000 ആക്കിയത്. അതുപോലെ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ, പിന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒന്ന് അത് 5000-ന് കൂടുതൽ പാടില്ല. ഞാൻ ബാക്കിയെല്ലാം ഏകദേശം തരണം ചെയ്ത് കഴിഞ്ഞു. കാരണം അങ്ങനെയാണ് ഞാനിത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് വരുമാനം ഇല്ലാത്തൊരവസ്ഥയല്ല ഇപ്പോൾ. ഉണ്ടായിരുന്നു 2.5 കൊല്ലം മുമ്പ്. ഞാൻ ചാനലിൽ നിന്ന് വന്നു വെച്ചാൽ 1 കൊല്ലത്തോളം ഞാൻ ചെമ്പരത്തി തീർന്നു കഴിഞ്ഞ് വെച്ച് ഞാൻ 10,000 എപ്പിസോഡ് ചെയ്ത് വെച്ച് വന്നു ഞാൻ പിന്നെ വല്ലാത്തൊരവസ്ഥയിലായി. ഞാൻ 1 കൊല്ലത്തോളം വർക്കില്ലാതെ നടന്നു. അതിനുശേഷം ഇപ്പോൾ 1.5 കൊല്ലമായിട്ട് എൻ്റെ വരുന്ന ക്യാഷ് മൊത്തം, ചില സമയങ്ങളിൽ എൻ്റെ കയ്യിൽ ഭയങ്കരമായ തുകകൾ വരും. ഒരു വർക്ക് ചെയ്യുന്നതൊക്കെ എനിക്ക് 10-30,000 രൂപ ലാഭം കിട്ടും. വേറെ ഒരു ഡോക്യുമെൻ്ററിയിലുള്ള ഷോർട്ട് ഫിലിമോ ചിലതിലൊന്നും കിട്ടില്ല. ഞാൻ അടുത്ത് ആ കാശ് മുടക്കി വർക്ക് ചെയ്യും. ഞാനിപ്പോൾ ഈ ലൊക്കേഷൻസ് എല്ലാം പോകുമ്പോൾ നിങ്ങൾ നോക്കിച്ചാൽ മതി, അതിനുള്ള ചിലവുകളെല്ലാം എൻ്റെയാണ്. പലരും അതിന് 3-4 പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ചേക്കുന്നവരൊക്കെ സഹായിക്കും. ഒരു പരിധിയുണ്ട് അവർക്ക്. അവരും സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അവർ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല. ഞാൻ പോയിട്ട് അവിടെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇവരെ വിളിക്കുന്നത്. അത് ഒരു എറണാകുളം പോണതിനുള്ള ചിലവും ഒരു ഇടുക്കിയിലെ മൊത്തം നടക്കാനുള്ള ചിലവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ നെറ്റ് ചാർജ് ചെയ്യുന്നതിൻ്റെ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് ഏകദേശം 6 GB വേണം ഒരു ദിവസം. ഇത് എല്ലാം ഇത് ചെയ്യണമെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം അതിന് വേണ്ടി തന്നെ ചിലവാക്കാണ്. ഇതൊന്നും ഞാൻ വലിയ രക്ഷപ്പെട്ട് BMW നടക്കാനോ റോൾസ് റോയ്സിൽ നടക്കാനൊന്നുമല്ല. ഇപ്പോഴും എൻ്റെ ജീവിതം വിജയമാണെന്ന് ചിന്തിക്കുന്നവനാണ്. കാരണം ഈ പറയുന്ന അറിവുകൾ ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്യുന്നുണ്ടെന്ന് ആർക്കെങ്കിലും അല്ലേ, കുറേ പേർക്ക് ഞാൻ ആർക്കെങ്കിലും എന്ന് പറഞ്ഞ് ഒരു കാലത്ത് പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എനിക്കറിയാം മെസ്സഞ്ചറിലും ഇങ്ങനെയൊക്കെ. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ റെസ്ട്രിക്ഷൻസ് വരും കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ സൂക്ഷിക്കണം. ചിലപ്പോൾ ബ്ലോക്കായി പോവും. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്, ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഒരു അപേക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ എൻ്റെ ഇതിട്ടില്ലേ, എൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേജ് അത് ഞാൻ ഇട്ടായിരുന്നു. അത് നിങ്ങൾക്ക് അത് കാണുമ്പം ഗുണം ചെയ്യും എന്ന് വിചാരിച്ചാണ്. ഇതൊക്കെയാണ് എൻ്റെ ഫോർമാലിറ്റീസ്. മറ്റുള്ളവർ വാട്സപ്പിലൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ബാക്കി പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഇന്ന സമ്മാനമുണ്ട്, ഇല്ലെങ്കിൽ ഇത് 1,00,000 രൂപ സമ്മാനം, ഇതൊന്നും എനിക്ക് പറയാനറിയില്ല, പറയേണ്ട ആവശ്യകതയില്ല. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ദയവായി എന്നെ ഒന്ന് ഫോളോ ചെയ്യണം. ആർക്കും ദേഷ്യമൊന്നും എന്നോട് തോന്നരുത്. നന്ദി, നമസ്കാരം. 91 എപ്പിസോഡായിട്ട് അടുത്ത